വിദ്യാധനം സർവധനാൽ പ്രധാനം. വിദ്യാഭ്യാസ രംഗത്ത് ഉറച്ച കാൽവെപ്പുമായി ആത്മവിശ്വാസത്തോടെ മുന്നേറാൻ വിജയ കോളേജ്. പരിചയസമ്പന്നരായ അധ്യാപകരുടെ കീഴിൽ ചിട്ടയായ പരിശീലനം നൽകി ഭാവിയിലെ വാഗ്ദാനങ്ങളാക്കി മാറ്റുന്നു ഓരോ വിദ്യാർത്ഥികളെയും. വിജയ കോളേജ്, നിയർ ബസ് സ്റ്റാൻഡ്, ചേലക്കര. ഫോർമർലി വിജയ ട്യൂട്ടോറിയൽ കോളേജ് സിൻസ് 1960. തൊഴുപ്പാടം വാടാലിപ്പാടം പാലം പൊളിക്കുന്നതിനെതിരെ ഇറിഗേഷൻ വകുപ്പിനെ രൂക്ഷമായി വിമർശിച്ച പാഞ്ഞാൾ പഞ്ചായത്ത് മെമ്പർ രംഗത്ത്. ജനങ്ങൾക്ക് ഉപകാരമുള്ള കാര്യങ്ങളിൽ ശ്രദ്ധിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. അനധികൃത ഉരുക്കുപാലം പൊളിക്കാൻ ഉത്തരവ് എന്ന് നിങ്ങളുടെ വാർത്താ ചാനൽ തന്നെ കഴിഞ്ഞ ദിവസം കാണാനിടയായി. നമുക്കറിയാം, തൊഴുപ്പാടം വാടാലിപ്പാടം പ്രദേശത്ത് 26ഓളം കുടുംബങ്ങൾ തിങ്ങി താമസിക്കുന്ന ഒരു പ്രദേശമാണ് ഈ വാടാലിപ്പാടം. മീനാനഗർ ഭാഗം കഴിഞ്ഞിട്ടുള്ള വാഴാലിക്കാവ് അമ്പലത്തിനും മീനാനഗറിൻ്റെയും ഇടയ്ക്കുള്ള പ്രദേശം. 100ഓളം ആളുകളുള്ള ഒരു പ്രദേശമാണ്. ആ പ്രദേശത്താണ് ഈ ഉരുക്കുപാലം നിർമ്മിച്ചിട്ടുള്ളത്. അനധികൃതമെന്നതിന് പറയാൻ സാധ്യമല്ല. കാരണം ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിന് പഞ്ചായത്ത് അനുമതിക്ക് വേണ്ടി അപേക്ഷ കൊടുത്തു. അതേപോലെ തന്നെ ഈ വ്യക്തികളും അപേക്ഷ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ അപേക്ഷ കൊടുത്ത് രണ്ടും നിരസിക്കപ്പെടുകയാണ് ഉണ്ടായിരുന്നത്. നിരസിക്കപ്പെട്ടപ്പോൾ വീണ്ടും പഞ്ചായത്ത് ഭരണസമിതി ഈ ആളുകളുടെ അപേക്ഷ പ്രകാരം ഐക്യകണ്ഠേന തന്നെ ഈ പാലത്തിൽ ആ പ്രദേശത്തെ ജനങ്ങൾക്ക് നടക്കാനുള്ള സഞ്ചാര സ്വാതന്ത്ര്യം അനുവദിച്ചു കൊടുക്കണമെന്ന് ഇറിഗേഷനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ നമുക്കറിയാം, ചീരക്കുഴി മുതൽ കൊണ്ടയൂർ വരെ നീണ്ടു നിൽക്കുന്ന ഈ പ്രദേശത്ത് ഒരുപാട് പാലങ്ങളുണ്ട്. പക്ഷെ എല്ലാത്തിനും അനുമതി ലഭിച്ചിട്ടില്ല എന്നുള്ളത് സത്യമാണ്, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഒരുപാട് അനധികൃത കെട്ടിട നിർമ്മാണങ്ങളുണ്ട്, ഒരുപാട് ആളുകൾ കയ്യേറിയിട്ടുണ്ട്. പക്ഷേ ഒരു സഞ്ചാര സ്വാതന്ത്ര്യം എന്നത് വളരെയധികം ഈ കാലഘട്ടത്തിൽ അത്യാവശ്യമാണ്. നമുക്കറിയാം, ഈ ചേലക്കര ജീവോദയയുടെ ഓപ്പോസിറ്റ് പീഡബ്ല്യു റോഡിന് തൊട്ടടുത്ത് തന്നെ 3 പാലങ്ങളാണുള്ളത്. അവിടെ 500 മീറ്റർ എന്ന നിയമമില്ല. ഇറിഗേഷൻ്റെ ഈ കാലാനുസൃതമായ നിയമങ്ങൾ പൊളിച്ചെഴുതാൻ ഗവൺമെൻറ് പോലും തയ്യാറാവണമെന്നാണ് ഈ സമയത്ത് എനിക്ക് പറയാനുള്ളത്. ആയതിനാൽ ആ പ്രദേശത്തെ ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഈ പാലം നിർബന്ധമായും ക്രമവൽക്കരിക്കപ്പെട്ടുകൊണ്ട് അവർക്ക് അനുവദിക്കപ്പെട്ടുകൊണ്ട് ആ പ്രദേശത്തെ ആളുകൾക്ക് സഞ്ചരിക്കാനുള്ള ഒരു അനുമതി ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഭരണതലത്തിൽ ആലോചിച്ചുകൊണ്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരും ആലോചിച്ചുകൊണ്ട് കൊടുക്കണമെന്നാണ് ഞങ്ങൾക്ക് വാർഡ് മെമ്പർ എന്ന നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത്. കാരണം പൊളിക്കുകയല്ല വേണ്ടത്, ഒരു നിർമ്മാണം നടത്തുകയാണ് വേണ്ടത്. ആ പ്രദേശ ജനങ്ങളുടെ ആവശ്യം പരിഗണിക്കണമെന്നാണ് ഈ സമയത്ത് ഇതുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് ആ പ്രദേശത്തെ ജനപ്രതിനിധി എന്ന നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത്. പാലങ്ങൾ പൊളിക്കുന്നതിനു പകരം ജനങ്ങൾക്ക് ഉപകാരമുള്ള കാര്യങ്ങൾ ചെയ്യൂ. ഇറിഗേഷൻ വകുപ്പിനെതിരെ രൂക്ഷ വിമർശനവുമായി പാഞ്ഞാൾ പഞ്ചായത്ത് മെമ്പർ. ജനങ്ങൾക്ക് യാത്രാ സൗകര്യമൊരുക്കുന്ന പാലങ്ങൾ പൊളിച്ചുമാറ്റുവാനുള്ള നീക്കത്തിൽ ഇറിഗേഷൻ വകുപ്പിനെതിരെ വിമർശനവുമായി പാഞ്ഞാൾ പഞ്ചായത്ത് 4ാം വാർഡ് മെമ്പർ PM മുസ്തഫ രംഗത്ത്. തൊഴുപ്പാടം വാഴാലിപ്പാടം പ്രദേശത്തെ 26 കുടുംബങ്ങൾ ഉൾപ്പെടെ 100-ലധികം ആളുകൾ ആശ്രയിക്കുന്ന ഉരുക്കുപാലം പൊളിച്ചുമാറ്റുവാനുള്ള നീക്കത്തിനെതിരെയാണ് മെമ്പർ രംഗത്തെത്തിയത്. പാലം പൊളിക്കുന്നതിനു പകരം ജനങ്ങൾക്ക് കൂടുതൽ ഉപകാരപ്രദമായ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. പാലത്തിന് അനുമതി നൽകണമെന്നാവശ്യപ്പെട്ട് പാഞ്ഞാൾ പഞ്ചായത്ത് ഭരണസമിതി ഇറിഗേഷൻ വകുപ്പിന് അപേക്ഷ നൽകിയിരുന്നുവെങ്കിലും അത് നിരസിക്കുകയായിരുന്നു. 100-ലധികം ആളുകളുടെ യാത്രാ സൗകര്യത്തിനായി പഞ്ചായത്ത് ഭരണസമിതി ഐക്യകണ്ഠേന നൽകിയ അപേക്ഷയും വകുപ്പ് നിഷേധിച്ചതായി അദ്ദേഹം കൂട്ടിച്ചേർത്തു. വാഴാലിപ്പാടം മുതൽ ചീരക്കുഴി വരെ നിരവധി പാലങ്ങൾ നിലവിലുണ്ടെങ്കിലും അവയ്ക്കെല്ലാം അനുമതിയുണ്ടോ എന്ന് പരിശോധിക്കണമെന്നും മെമ്പർ ആവശ്യപ്പെട്ടു. അനധികൃതമായ കെട്ടിടങ്ങളും പാലങ്ങളും നിലനിൽക്കുമ്പോൾ യാത്രാ സൗകര്യമൊരുക്കുന്ന ഒരു പാലം പൊളിച്ചുമാറ്റുവാനുള്ള നീക്കം അന്യായമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. പാലങ്ങൾ പൊളിച്ചു നീക്കാൻ കാണിക്കുന്ന ഉത്സാഹം കനാൽ ബണ്ടിലെ മണ്ണ് നീക്കം ചെയ്യാനും വഴി തടസ്സപ്പെടുത്തുന്ന മരങ്ങൾ മുറിച്ചുമാറ്റുവാനും കർഷകർക്ക് സഹായം നൽകാനുമാണ് ഇറിഗേഷൻ വകുപ്പ് ശ്രദ്ധ കാണിക്കേണ്ടതെന്നും മുസ്തഫ CCVയോടായി പറഞ്ഞു. ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് ജനങ്ങൾക്ക് ആവശ്യമായ സഞ്ചാര സ്വാതന്ത്ര്യമേറെ ഉതകുന്ന പാലങ്ങളെ പൊളിച്ചു മാറ്റുന്നതിന് പകരം വാഹനങ്ങൾക്കും യാത്രക്കാർക്കും പ്രയാസമേറിയ കനാൽ ബണ്ടിലുള്ള മണ്ണുകൾ നീക്കം ചെയ്യുക, അതുപോലെ തന്നെ ജനങ്ങൾക്ക് വീടുകൾക്കൊക്കെ ഭീഷണിയായി നിൽക്കുന്ന വലിയ വലിയ മരങ്ങൾ മുറിച്ചു മാറ്റുക, അതുപോലെ തന്നെ കർഷകർക്ക് ഉപകാരപ്രദമായ സ്പോട്ടുകൾ നേരാക്കുക, ഇത്തരം കാര്യങ്ങളിലാണ് ശ്രദ്ധ കൊടുക്കേണ്ടത്. അതല്ലാതെ ഇത്തരം ജനങ്ങൾക്ക് ഏറെ ഉപകാരപ്രദമായ പാലങ്ങൾ പൊളിച്ചു മാറ്റാനുള്ള നടപടിയുമായി മുന്നോട്ട് പോകുക എന്നുള്ളതല്ല വേണ്ടത്. CCV ന്യൂസ്, പാഞ്ഞാൾ.